ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു 4 മണി പലഹാരമായിട്ടാണ്. അപ്പം പഴവും റവയും തേങ്ങയും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം ഏത് പഴമായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതേപോലൊരു പാൻ എടുത്തിട്ട് ചൂടായ ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് പിന്നെ നന്നായി വേവിച്ച് ഉടച്ചെടുക്കാം. പഴം നന്നായി വെന്ത് നല്ല പാകമായി നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പഴവും തേങ്ങയും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഴവും തേങ്ങയും നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ റവയും പഴവും തേങ്ങയും കൂടി നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഈ 4 മണി പലഹാരത്തിൽ നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല. എണ്ണയേ ഇല്ല, 1 സ്പൂൺ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് റവയ്ക്ക് ഞാൻ ആ കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലും പഴവും റവയും തേങ്ങ ഒക്കെ പാടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് നമുക്ക് ഒന്ന് പാലൊക്കെ ഒന്ന് വറ്റി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കേണ്ടതാണ്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതേ സമയം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടാറാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഓരോ ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാതും നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഈ ബോളിനെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല എണ്ണയിൽ മുങ്ങി വേവണമെന്നില്ല. ഒന്ന് 2 പുറം ഒന്ന് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാതും ഇതേപോലെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ നമ്മൾ റെഡി ആയിട്ട് നമുക്കത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.